ഒരാളുടെ പൊക്കത്തിൽ, അതായത് 5.5 അടി പൊക്കത്തിൽ നമ്മളൊരു മരത്തിൻ്റെ കമ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗവും മുകൾ ഭാഗമൊക്കെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്, ലെവലിലാക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഉണങ്ങിയ ഒരു മരത്തിൻ്റെ കൊമ്പാണ് എടുത്തത്. ഇത് ചാമ്പ മരത്തിൻ്റെ കൊമ്പാണ്. ഇതേപോലെ നമുക്ക് ഇതിനായിട്ട് തേക്കിൻ്റെ കമ്പ്, അതേപോലെ കാഞ്ഞിരോ, അതേപോലെ തന്നെ നമുക്ക് വീട്ടി, അയ്യറാണി എന്ന പോലെയുള്ള നല്ല ഉറപ്പുള്ള കുത്തിപ്പോവാത്ത മരത്തിൻ്റെ കൊമ്പുകളൊക്കെ നമുക്ക് എടുക്കാം. അത് നമ്മളിതാ കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളിതാ ഒരു ഗ്ലാസിൻ്റെ കഷ്ണം കൊണ്ട്, അതായത് കുപ്പി കഷ്ണം കൊണ്ട് നമ്മളിത് ഒന്ന് ചുരണ്ടി മിനുക്കി എടുക്കുന്നുണ്ട്, നന്നായിട്ട് മിനുക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിനുക്കിയെടുക്കുക. അപ്പം ഇനി നമ്മൾ ഇതേപോലെ കുറേ നല്ല ചെറിയ കമ്പുകൾ 10 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള കുറച്ച് കമ്പുകൾ നമ്മൾ ഇതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കമ്പുകളൊക്കെ നമുക്കിനി ഈ നമ്മുടെ വലിയ കമ്പിൽ നമ്മൾ ചെറിയ കമ്പുകളൊക്കെ ഫിറ്റ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ ഹോൾസ് ഇടുന്നുണ്ട്. വലിയ കമ്പിന് നമ്മൾ ഇതേപോലെ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹോൾസ് ഇടുന്നുണ്ട്. അത് നമ്മൾ മുകൾ ഭാഗത്തേക്ക് കുറച്ച് ചെരിവ് വരുന്ന രീതിയിലാണ് നമ്മൾ ഹോൾസ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും നമുക്കൊരു 10-12 ഹോൾസ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അടിഭാഗത്ത് നിന്ന് നമ്മൾ ആദ്യം ഒരു 2 ഫൂട്ട് വിട്ടിട്ട് മുകളിലേക്കാണ് നമ്മൾ ഹോൾസ് തയ്യാറാക്കുന്നത്. നമ്മുടെ കമ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും എല്ലാ സൈഡിലേക്കും നമ്മൾ ഹോൾസ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോൾസുകളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞത്. ഇനി ഇതേപോലെ നമുക്ക് നമ്മുടെ കമ്പിൻ്റെ ഭാഗം നമുക്ക് ഹോൾസിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ചെത്തി കുറച്ച് ചെറുതാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഹോൾസിലേക്ക് ഇറക്കി വെക്കാം. ഇതേപോലെ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഈ കമ്പ് നമ്മൾ ഉണങ്ങിയ പേരമരത്തിൻ്റെ കമ്പുകൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നാക്കി വൃത്തിയാക്കി എടുത്തതാണ്. അത് ഇതേപോലെ നല്ല ഉറപ്പുള്ള മരത്തിൻ്റെ കമ്പ് വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ എല്ലാ ഹോൾസിലും നമുക്ക് അതേപോലെ കമ്പുകൾ റെഡിയാക്കി ഫിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ ഹോൾസിലും നമ്മൾ നമ്മുടെ കമ്പുകൾ നമ്മൾ ചെറിയ കമ്പുകൾ നമ്മൾ വലിയ കമ്പിൽ ഫിറ്റ് ചെയ്തു. ഇതേപോലെ ഇനി നമുക്കിതൊക്കെ ഒന്ന് ഉറപ്പിക്കണം. അതായത് ഗമ്മ് അപ്ലൈ ചെയ്ത് ആണി കൊടുത്ത് നമ്മൾ ഇതൊക്കെ ഫിറ്റ് ചെയ്യാണ് നന്നായിട്ട്. ഇപ്പോൾ ഫെവിക്കോൾ SH ആണ് നമ്മൾ ഗമ്മ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഗമ്മ് അപ്ലൈ ചെയ്ത് നമ്മുടെ ഹോൾസിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് നമ്മൾ ഹോൾസ് ഇടുന്നുണ്ട്. വളരെ നമ്മൾ ഉപയോഗിക്കുന്ന ആണിയേക്കാളും നൈസായ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ടാണ് നമ്മൾ ബിറ്റ് കൊണ്ടാണ് നമ്മൾ അതിന് ഹോൾസ് തയ്യാറാക്കുന്നത്. ഇതേപോലെ ചെരിഞ്ഞ രീതിയിലാണ് നമ്മൾ മരത്തിലേക്ക് കയറുന്ന കമ്പിൽ നിന്നും വലിയ മരത്തിലേക്ക് കയറുന്ന രീതിയിലാണ് നമ്മൾ ആ ഹോൾസ് തയ്യാറാക്കിയത്. അപ്പോൾ ആണിയിൽ നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്യുന്നു. ആണിയിൽ ഗമ്മ് അപ്ലൈ ചെയ്തിട്ട് ഇത് 1.5 ഇഞ്ചിൻ്റെ നെയ്സ് ആണിയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതേപോലെ ആണി ഉപയോഗിച്ചിട്ട് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ എല്ലാ കമ്പും അതേപോലെ നമുക്ക് ഗം അപ്ലൈ ചെയ്ത് ആണി കൊടുത്ത് നമുക്ക് ഉറപ്പിക്കാം.
അപ്പോൾ നമ്മൾ എല്ലാ കമ്പുകളും നമ്മുടെ വലിയ കമ്പിൽ നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്തു. മുകളിലേക്ക് ഒരു ചെരിവ് വെച്ചതിന് ശേഷമാണ് നമ്മൾ എല്ലാ കമ്പും ഇതേപോലെ ഫിറ്റ് ചെയ്തത്. ഇനി നമുക്കിത് നമ്മുടെ കമ്പ് നിൽക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ഹാങ്കർ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇതേപോലൊരു പാത്രം വാങ്ങിയിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ബേസിൻ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. 30 രൂപയാണ് ആ ബേസിൻ്റെ വില. അതിന് വേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ വലിയ മരത്തിൻ്റെ അടിഭാഗത്ത് നമ്മൾ കുറച്ച് ഹോൾസുകൾ കൊടുത്തതിന് ശേഷം നമ്മൾ അതിലൊക്കെ ആണി പാതി ഭാഗം കയറ്റി ആണി ഫിറ്റ് ചെയ്യുന്നത്. റൗണ്ട് ഭാഗത്ത് നമ്മൾ ചുറ്റും നമ്മൾ ആണി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ പാതിയാണ് നമ്മൾ ഹോൾസിലേക്ക് കയറ്റി വെക്കുന്നത്. ഇത് 2 വരി ആണി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ള് ആണികൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബേസിൽ നമ്മൾ റെഡിയായി വെച്ചിട്ടുണ്ട്. ഒരു ചുമരിനോട് ചാരി നമ്മൾ കറക്റ്റ് ലെവലിൽ നമ്മൾ നിൽപ്പിച്ചിട്ടുണ്ട് നമ്മളെ ഹാങ്കർ. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ്, ഈ സ്റ്റാൻഡിൻ്റെ നമ്മുടെ ബേസിൽ നമ്മൾ നന്നായിട്ട് കോൺക്രീറ്റ് നിറയ്ക്കുന്നുണ്ട്. ഇത് നമ്മൾ ചിപ്സും, അതായത് സിമെൻറ്റ്, അതേപോലെ എംസാൻഡ്, പിന്നെ നമ്മൾ ബേബി മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. ഇത് 1:1:1 എന്ന രീതിയിലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അത് നമ്മളിതാ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് എടുത്തിട്ടുണ്ട്. നമ്മുടെ കോൺക്രീറ്റ് ഒക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. കണ്ടില്ല, ഇതേപോലെ നമുക്ക് അകത്ത് നമുക്ക് റൂമിൽ എവിടെയും നമുക്ക് ഇതേപോലെ വെക്കാം. ഇനി നമുക്കിതിന് വാർണിഷ് അടിച്ച് കൊടുക്കാം. അടിഭാഗത്ത് സിമെൻറ്റിലൊക്കെ നമ്മൾ ആ വാർണിഷ് തന്നെയാണ് അടിച്ചു കൊടുത്തത്. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ വാർണിഷ് അടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതേപോലെ ചെറിയ കുറച്ച് ബോളുകൾ, പ്ലാസ്റ്റിക് ബോളുകൾ വാങ്ങിയിട്ടുണ്ട്. ഇത് ഒന്നിന് 2 രൂപയാണ് വില. ഇതിൻ്റെ വലിപ്പം കൂടുതലുള്ള ബോൾസും നമുക്ക് ഉപയോഗിക്കാം. അതിന് 5 രൂപയാണ് വില. ഇത് 2 രൂപയാണ് വില. ഇത് വേണമെന്നൊരു നിർബന്ധമില്ല. അത് നമ്മളൊരു സ്റ്റൈലിന് വെക്കുന്നത് മാത്രം, ഒരു വൃത്തിയായിക്കോട്ടെ എന്ന് കരുതി വെക്കുന്നത് മാത്രം. ഇതിൻ്റെ അടിഭാഗം നമ്മൾ കുറച്ച് ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫെവിക്വിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ നമ്മുടെ കമ്പുകൾ, നമ്മുടെ ചെറിയ കമ്പുകളുടെ, നമ്മൾ ഹാങ്കറായിട്ട് ഉപയോഗിക്കുന്ന കമ്പുകളുടെ ലാസ്റ്റ് ഭാഗത്ത് നമ്മളത് ഫിറ്റ് ചെയ്യുന്നുണ്ട്, ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു മുഴുവനായിട്ട്. ഇനി നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. ഈ ഡ്രസ് സ്റ്റാൻഡിന് നമുക്ക് ആകെ ചിലവായത് 50-60 രൂപ മാത്രമാണ്. ഇതേപോലെ ഒരു ഡ്രസ് സ്റ്റാൻഡ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങണമെങ്കിൽ നമ്മൾ 1000-ലധികം രൂപ നമ്മൾ കൊടുക്കണം. ഇതപ്പോൾ നമ്മുടെ ഡ്രസ് സ്റ്റാൻഡ് അഥവാ കോട്രാക്ക്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതേപോലെ തന്നെ ലൈക്ക് തരിക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ ബൈ ബൈ.